Welcome to Mr. Renji Educational YouTube channel. Please watch, share, subscribe and click bell icon for further use. നമസ്കാരം, ഞാൻ രഞ്ജിലാൽ മിസ്റ്റർ രഞ്ജി എന്ന എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. ഓക്കെ, അതിലെ രണ്ടാമത്തെ വീഡിയോ ആണത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അടുത്ത ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമുക്ക് ഈ പിക്ചർ കാണുന്നുണ്ടാവും. സോളിഡ്, ഇവിടെ എന്തായിരിക്കും വേണ്ടത്? ലിക്വിഡ് അല്ലേ. ഇവിടെ ഗ്യാസ് ആയ ലിക്വിഡ് ലിക്വിഡ് ആയിരിക്കും ഉണ്ടാകുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഹീറ്റ് എന്താണ്? സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഹീറ്റ് സോളിഡ് ഒരു ഗീ ആണ് വിചാരിച്ചു. അതായത് നമ്മുടെ നല്ല കട്ടിയുള്ളൊരു ഗീ, മെഴുകായിക്കോട്ടെ, മെഴുക് സോളിഡ് ആണല്ലോ. ഞാൻ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് നേരെ എന്തായിട്ട് പോകും? ലിക്വിഡായിട്ട്. അത് ഉരുകി മാറിയിട്ടുണ്ടാവില്ലേ, മെഴുക് ഉരുകി കിടക്കുമല്ലോ അല്ലേ. അതിന് പിന്നെയും ഞാൻ എന്ത് ചെയ്യാണ്? ഹീറ്റ് കൊടുക്കുക. അത് അവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കം ഗ്യാസ് ആയിട്ട് മാറില്ലേ അല്ലേ. അതായത് സോളിഡ് ഹീറ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് മാറും. ഇവിടെ ലിക്വിഡ് ദെൻ ഹീറ്റ് കൊടുത്തിട്ട് ഹീറ്റഡ് ആൻഡ് ഗ്യാസ്. ഇനി ഗ്യാസ് കൂൾ ചെയ്തിട്ട് ഇവിടെ ലിക്വിഡ് ആയിട്ട് മാറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോളിഡ് അഗൈൻ കൂൾ, ലിക്വിഡ് അഗൈൻ കൂൾ ഇൻടു സോളിഡ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഹീറ്റ് കൊടുത്തിട്ടും ഹീറ്റ് എന്ത് ചെയ്യുക? റിലീസ് ചെയ്തിട്ടുമാണ്. ഓക്കെ, അബ്സോർബിങ് ഹീറ്റ് ആൻഡ് റിലീസിങ് ഹീറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. അപ്പം എന്തൊക്കെയാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത് അല്ലേ. ഇത് എന്തിൻ്റെ ആയിരിക്കും? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇത് എന്താണ്? മോളിക്യൂൾസ് ഓർ ആറ്റംസ് എന്താണ്? വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സ്പേസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സോളിഡ്. ലിക്വിഡിൻ്റെ കേസിലോ എന്താണ്? കുറച്ചൊരു സ്പേസ് കണ്ടോ? ഇത് കുറച്ച് സ്പേസ് കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കേസിലായിരിക്കും ലിക്വിഡ്. ഇതോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസോ ആറ്റംസ് എന്താണ്? വളരെയധികം ദൂരത്തിലായിരിക്കും ഉണ്ടാകും അല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡ് ഇതിൽ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും നടക്കുന്നുണ്ടാകുക? ഈ പറഞ്ഞിരിക്കുന്ന ഈ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മോളിക്യൂൾസ് ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യും? വളരെ കുറച്ച് ദൂരത്തേക്ക് പോകാൻ കഴിയും. അതായത് ഈ ആറ്റത്തിനൊക്കെ എനർജി കിട്ടും. നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കാം അങ്ങനത്തെ രീതിയിലാണ് എനർജി പാർട്ടിക്കിൾസ്. അതായത് ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസിനൊക്കെ എന്തുണ്ടാവും? എനർജി കിട്ടുന്നു അല്ലേ. പാർട്ടിക്കിൾസിന് എനർജി കിട്ടുമ്പോൾ ഇതെന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നോക്കാം, അവിടെ എനർജി കിട്ടുന്നു. ഇതിലെ ആറ്റത്തിലേക്ക് ഈ സോളിഡിന്റെ കേസിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, അതായത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഹീറ്റ് കൊടുക്കുന്ന അബ്സോർവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് പിന്നെ ഇൻക്രീസ് ചെയ്യും അല്ലേ. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ആറ്റങ്ങൾ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറയുന്നു. ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇവിടെ നിൽക്കുന്ന ആളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇവിടെ നിൽക്കുമ്പോൾ അതിനെക്കാട്ടി സ്പീഡിൽ പോകില്ലേ. മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. അഗൈൻ നമുക്ക് പറയാണ്, എനർജി അതായത് ഹീറ്റ് കിട്ടുന്ന സമയത്ത് യുവർ ഹീറ്റ് അബ്സോർവിങ് whenever object is heat absorbing the solid substances, in the case of solid or liquid or gas എന്താണ്? The energy of the particles is increasing, distance between the particles is increasing, attraction between the particles decreasing അല്ലേ. അട്രാക്ഷൻ കുറയില്ലേ. ആൻഡ് മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഈസ് ആൾസോ ഇൻക്രീസിങ്. പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ അതിൽ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, the particles of solids are very close to each other. Their freedom movement is limited. അതായത് സോളിഡിന്റെ കേസിൽ എന്താണ്? വെരി ക്ലോസ് ആണ്. ഫ്രീഡം ഓഫ് ദി പാർട്ടിക്കിൾ മൂവ്മെന്റ്, അതായത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യും? വളരെ ലിമിറ്റഡ് ആണ്. ഒരു ലിമിറ്റാണ് അല്ലേ. ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ. ആ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു ലിമിറ്റ് കൊടുത്തിട്ടില്ലേ? കണ്ടെയ്ൻമെന്റ് സോണുകളും മറ്റതൊക്കെ പറഞ്ഞിട്ടില്ല. അതേപോലെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല.
സോളിഡ്. എന്നാൽ ലിക്വിഡിന് എന്താണ്, പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി ഫർദർ അപ്പാർട്ട് ആൻഡ് ഹാവ് മോർ ഫ്രീഡം ടു മൂവ് ദെൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടി സ്പീഡിൽ മൂവ് ചെയ്യാം, കുറച്ചുകൂടി ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അത്ര ഇന്ന ഏരിയയിലൂടെ കുറച്ചൊക്കെ മൂവ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മുടെ റെഡ് സോണ്, കണ്ടെയ്ൻമെന്റ് സോണ് അല്ലാത്തത് അതേപോലെ. അപ്പം അത്ര ഏരിയ സ്ട്രിക്റ്റ് ആയിരിക്കും, എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കുറച്ചൊക്കെ മൂവ് ചെയ്യാം. എന്നാൽ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ എന്താണ്, കുറച്ച് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. റിമെയിൻസ് ഓൾവേസ് ഫ്രം അതർ, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് റിമെയിൻസ് ഫോർ ഓൾവേസ് ഫ്രം അതർ അനദർ. their freedom of movement is very high, അതായത് വെരി ഹൈ, ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടാവും അല്ലേ. ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്താ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. നോക്കാം നമുക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ഇതിലും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ചിത്രം. നിർബന്ധമായിട്ട് ഈ ചിത്രം നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ ഇതിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പറയുന്ന പേരെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അങ്ങോട്ട് ഏത് ഇത് പഠിക്കുകയാണ്, ഫിസിക്സോ കെമിസ്ട്രി എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഈ ചിത്രം അത്യാവശ്യമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് എവിടുന്ന തുടങ്ങാൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ, സോളിഡ് നിന്ന് തുടങ്ങാം അല്ലേ. സോളിഡ് എന്താണ്, ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ പറയുന്നത്. സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിന് എയറോ അങ്ങോട്ടാണ് ഞാൻ പറയുന്നത്. ഓരോ എയറോന്റെ എവിടുന്നാണ് തുടങ്ങി അവിടുന്ന് അങ്ങോട്ടെന്ന് പറയുന്നത്. സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ ലിക്വിഫിക്കേഷൻ എന്ന് പറയും. സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ ലിക്വിഫിക്കേഷൻ. ലിക്വിഡ് സോളിഡ് ആകുന്ന പ്രോസസ്സിനെ സോളിഡിഫിക്കേഷൻ. വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ലിക്വിഡ് ആകുന്നത് കൊണ്ട് ലിക്വിഫിക്കേഷൻ, സോളിഡ് ആകുന്നത് കൊണ്ട് സോളിഡിഫിക്കേഷൻ. അങ്ങനെ പഠിച്ചാൽ മറന്നുപോകില്ല. ലിക്വിഡ് ആകുന്നത് കൊണ്ട് ലിക്വിഫിക്കേഷൻ, സോളിഡ് ആകുന്നത് കൊണ്ട് അതിനെ പറയുന്നത് എന്താണ്, സോളിഡിഫിക്കേഷൻ. അങ്ങനെ ആകുന്നത് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ഇനി അടുത്തത് ലിക്വിഡ് എന്ന് തുടങ്ങാണ്, ഗ്യാസിലേക്ക്. ലിക്വിഡ് എന്താണ്, ഗ്യാസ് ആകുന്നത് വാപ്പറൈസേഷൻ എന്ന് പറയും. ലിക്വിഡ് ഗ്യാസ് ആകുന്നത് വാപ്പറൈസേഷൻ. ഓക്കെ, അതായത് ഗ്യാസ് ആകുന്നത്. ഇതിനെ നമ്മൾ ഇവാപ്പറൈസേഷൻ എന്ന് പറയാറുണ്ട്. അതിൽ തമ്മിലുള്ള വ്യത്യാസം കൂടി ഇവിടെ എക്സ്പ്രസ് ചെയ്തിടാം. വാപ്പറൈസേഷൻ ഇവാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ, വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കൊടുക്കുക. ഓക്കെ, ഇവാപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ പ്രസൻസ് ഓഫ് സൺ, സൂര്യപ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വെള്ളം എന്താണ് എയർ ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് നമ്മൾ ഇവാപ്പറൈസേഷൻ എന്ന് പറയും. എന്നാൽ ലിക്വിഡിന് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അത് നീരാവിയ അല്ലെ വേപ്പറായിട്ട് മാറ്റുകയാണെങ്കിൽ അത് വേപ്പറൈസേഷൻ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ സൂര്യപ്രകാശത്തിന് പറയുകയാണെങ്കിൽ ഇവാപ്പറൈസേഷൻ എന്ന പേരിൽ പറയുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് വേപ്പറൈസേഷൻ. ലിക്വിഡ് ഗ്യാസ് ആയിരുന്നത് വേപ്പറായിട്ടല്ല മാറുന്നത്, അതുകൊണ്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേപ്പറിലേക്കല്ല മാറുന്നത്, അതുകൊണ്ട് വേപ്പറൈസേഷൻ. ഓക്കെ, ഗ്യാസ് ലിക്വിഡ് ആകും. ഇതൊന്ന് ഓർമ്മിച്ച് നോക്കണേ. ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. ഓർമ്മിച്ച് നോക്കാൻ നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ കേസിലൊക്കെ എന്തുണ്ട്, കണ്ടൻസർ എന്നൊരു സംഭവം ഉണ്ട് അല്ലെ. റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ കണ്ടൻസർ അല്ലെ. അപ്പൊ അത് തന്നെ ഓർമ്മിച്ച് വെച്ചിട്ട് അവിടെ എന്താണ് തണുപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടൻസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, കണ്ടൻസേഷൻ. അത് ഗ്യാസ് ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ. എന്തുകൊണ്ടാണ് ഞാൻ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് അറിയാമോ? ഞാൻ മിക്കവാറും ആൾ ഫ്രിഡ്ജ് എന്നാ പറയാം. എന്താണ് റെഫ്രിജറേറ്റർ എന്ന് പറയാൻ കാരണം? റെഫ്രിജറേറ്ററും ഫ്രിഡ്ജും തമ്മിൽ വ്യത്യാസം എന്താ? റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിന്റെ ഫസ്റ്റ് കമ്പനിയുടെ പേരാണ്. ഓക്കെ, നമ്മുടെ അധികം ആൾക്കാരും ഫ്രിഡ്ജ് എന്നാണ് പറയുന്നത്, പക്ഷെ റെഫ്രിജറേറ്റർ ആണ് യഥാർത്ഥ അതിന് പറയാറ്. എന്താണ് നമ്മൾ അതിന് പകരം നമ്മൾ ഫ്രിഡ്ജ് പറയാൻ കാരണം ഫ്രിഡ്ജ് ഫസ്റ്റ് കമ്പനി ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ശീലിച്ച് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടൻസേഷൻ പഠിച്ചല്ലോ. ഇനി അടുത്തത് ഗ്യാസ് സോളിഡ് ആകുന്നത് എന്താണ്? സോളിഡിഫിക്കേഷൻ. ഇതും സോളിഡിഫിക്കേഷൻ തന്നെയാണ്. ഗ്യാസ് സോളിഡ് ആകുന്നത് സോളിഡിഫിക്കേഷൻ. അതേമാതിരി എന്താണ് ലിക്വിഡ് സോളിഡ് ആകുന്നത് സോളിഡിഫിക്കേഷൻ. ഗ്യാസ് സോളിഡ് ആകുന്നതും ലിക്വിഡ് സോളിഡ് ആകുന്നതും സോളിഡിഫിക്കേഷൻ.
സോളിഡ് ആകുന്നതും ലിക്വിഡ് സോളിഡ് ആകുന്നതും സോളിഡിഫിക്കേഷൻ. അതിന് മാറ്റം വേറെ പേരും പറയാറുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് പഠിക്കാം. സോളിഡ് എന്താണ് ഗ്യാസ് ആകുന്നത് എന്താണ് സബ്ലിമേഷൻ. സോളിഡ് നേരിട്ട് ഗ്യാസ് ആകുന്നത് സബ്ലിമേഷൻ. അപ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് മനസ്സിലാക്കാം. സോളിഡ് ലിക്വിഡ് ആകുന്നതിന് എക്സാമ്പിൾ എന്താ? നമുക്ക് എന്ത് മെഴുകുതിരി എന്താണോ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉരുകുന്നത്, അല്ലെങ്കിൽ ഐസ് എന്താണ് ഉരുകി വെള്ളമാകുന്നത്. ലിക്വിഡ് ഗ്യാസ് ആകുന്നതിന് ഈ ലിക്വിഡിന് എന്ത് ചെയ്യാണ് ചൂട് കൊടുത്താൽ നീരാവിയാകുന്നത്, വെള്ളം നീരാവിയാകും. സോളിഡ് ഗ്യാസ് ആണ്, അങ്ങനെ ഉണ്ടാവും. സോളിഡ് എന്താണ് ഇത് തിരിച്ചും ഉണ്ടാവുക, ഇത് കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ സോളിഡ് നേരിട്ട് ഗ്യാസ് ആവും. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലം. സോളിഡ് ഗ്യാസ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, ഒരു ഐസിന്റെ മുകളിൽ ഒരു കുറച്ച് പുക പോലെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? അതിന് ചുറ്റുഭാഗം അത് നേരിട്ട് എയറിലായിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത് സബ്ലിമേഷൻ എന്ന് പറയും. ഓക്കെ, നോക്കാതാ ഇവിടെ എന്താണ് when the solid changes into liquid, when liquid changes into gas, when gas changes into liquid, when solid changes into gas. അതാ മൂവ്മെന്റ് എന്തായിരിക്കും ഒന്ന് ഓർമ്മിച്ചാൽ when solid into changes into solid liquid ആയിട്ട് മാറുമ്പോൾ എന്താണ് അവിടെ മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇൻക്രീസ്. പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യില്ല. ലിക്വിഡിൽ ഏറ്റവും കൂടുതൽ സോളിഡിന് ലിക്വിഡ് ആവില്ല, അപ്പോൾ ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് ഇൻക്രീസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ഇത് സോളിഡ് ഇൻക്രീസ് ചെയ്യും. വെൻ ലിക്വിഡ് ഇൻറ്റു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആകുന്ന സമയത്ത് അത് തന്നെയാണ് അതേ പ്രോസസ്സ് തന്നെ, ഇതേ പ്രോസസ്സ് ഇത് തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ലിക്വിഡ് ഗ്യാസ് ആകുന്ന സമയത്ത് വെൻ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഇത് ഗ്യാസ് ലിക്വിഡ് ആകുന്ന സമയത്ത് എന്തായിരിക്കും? മൂവ്മെന്റ് ഓഫ് ദി ഗ്യാസ് ലിക്വിഡ് ആകുകയാണ്. ഗ്യാസ് മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഡിക്രീസസ്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്താണ്? ഡിക്രീസസ്. Distance between the particles. Attraction between the particles increases. Energy of the particles decreases. അതേ കണ്ടന്റ് ആണ് സോളിഡ് ഗ്യാസ് ആകുന്ന സമയത്തും ചെയ്താൽ മതി. സോളിഡ് ഗ്യാസ് അല്ലേ, സോളിഡ് ഇൻറ്റു ഗ്യാസ് ആണ്, സോറി സോളിഡ് ഇൻറ്റു ഗ്യാസ് ആകുമ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് എഴുതിയാണ്. എന്താണ് മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സോളിഡ് ഗ്യാസ് അല്ലേ, എന്താവും? ഇൻക്രീസ്. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ്, and attraction between the particles decreases, energy of the particles increases. solid gas ആണ്. ഇത് മറ്റേത് ഓരോന്നും അതേപോലെ തന്നെ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, അടുത്തത് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ വ്യാപനം എന്ന് പറയും ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം നോക്കാം, എന്താ കാര്യം നോക്കാം. അയഡിൻ ഈസ് സബ്സ്റ്റൻസസ് ദാറ്റ് ഈസ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ അയഡിൻ നമ്മളൊരു കയ്യിൽ അയഡിൻ വിചാരിക്കുക, അത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അയഡിൻ പെട്ടെന്ന് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, ഹീറ്റ് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് അയഡിൻ ഇൻ എ വാച്ച് ഗ്ലാസ്. ഓക്കെ, ഒരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാൻ. എന്ത് അയഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ കളക്ട് ദ വേപ്പർ, എന്ത് ചെയ്യുക? കളക്ട് ദ വേപ്പർ ഇൻ എ ഗ്ലാസ് ജാർ. Keep another gas jar on top of its inverted position. അതായത് ചിത്രത്തിൽ കാണിച്ച പോലെ ആദ്യം എന്ത് ചെയ്യാണ്? നമ്മൾ അയഡിനെ എന്ത് ചെയ്യാണ്? നമ്മളെ ചൂടാക്കുകയാണ്. അയഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂടാക്കുകയാണ്. സബ്സ്റ്റൻസ് ആയിട്ടുള്ള അയഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ നേരെ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഈ ഗ്യാസ് ഇതിൽ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യാണ്? അത് നേരെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ഗ്യാസ് ജാറ് കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നോർമലി എയർ ഉണ്ടാവും. ഇതാണ് അയഡിൻ ഗ്യാസ്. അപ്പോൾ ഈ അയഡിൻ ഗ്യാസ് നിമിഷ നേരത്തോളം സഡൻലി എന്ത് ചെയ്യും? ഇത് നേരെ ഈ ഗ്യാസിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ജാറിൽ കംപ്ലീറ്റ് ആയിട്ട് വ്യാപിക്കും അല്ലേ? What changes in the color of iodine vapors in the glass jar? അത് വ്യാപിക്കും അല്ലേ? ഡിസ്പ്ലേ എന്ത് ചെയ്യും? അത് നമ്മൾ എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യപ്പെടും, ഇതിലേക്ക് മാറും അല്ലേ? സോ വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? അപ്പോൾ ഗ്യാസ് ജാറിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പുറത്തെ അപ്പർ ഗ്യാസ് ജാറിലേക്ക് ഇത് എന്ത് ചെയ്യും? വ്യാപിച്ച് കളർ മാറിയിട്ടുണ്ടാവും അല്ലേ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇറ്റ് ഈസ് റീസൺ ഫോർ ഡിഫ്യൂഷൻ. അതായത് ഗ്യാസിന് എന്താ അങ്ങനെ ഉണ്ടാവും? അതിനൊരു എന്തുണ്ടാവും? ഡിഫ്യൂഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? സോ
ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് അപ്പോൾ എന്താണ് അടുത്ത ടോപ്പിക്കിൽ നോക്കാം. ഇതിലിങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെ വെള്ളത്തിനും ഇതേപോലെ നോക്കാം. അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് ഇതാ. ടേക്ക് വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് ആഡ് കെയർഫുള്ളി ഡ്രോപ്പ് ഓഫ് റെഡ് ഇങ്ക് ഇൻ ടു ഇറ്റ്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ രണ്ടോ മൂന്ന് തുള്ളി റെഡ് ഇങ്ക് അതിൽ ഒഴിക്കുക. അപ്പം എന്ത് ചെയ്യും, അത് പെട്ടെന്നായിട്ട് ആ റെഡ് ഇങ്ക് എന്ത് ചെയ്യും, അതിൽ സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ഇതും എന്താണ്, ഡിഫ്യൂഷൻ, വ്യാപിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. നല്ല ഒരു സോളിൻ്റെ കേസിൽ വ്യാപനത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഓക്കെ അല്ലേ, വ്യാപനത്തിൻ്റെ അളവ് കുറവായിരിക്കും അല്ലേ. സോ എന്താണ്, സോളിൻ്റെ കേസിൽ വ്യാപനത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? ടെമ്പറേച്ചർ ഡിഫ്യൂഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, പാർട്ടിക്കിൾസ് ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ടോ ലിക്വിഡ് ഗ്യാസ് ആയിട്ടൊക്കെ മാറാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകാം, ഡിഫ്യൂഷൻ കൂടുന്നുണ്ട് അല്ലേ. why does the smell of hot food spread quickly to a long distance? അപ്പോൾ നിങ്ങൾ ഒരു ഹോട്ടലിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഒരു കല്യാണ വീടിൻ്റെ പരിസരത്തൂടെ പോവാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ്, നല്ല ചൂടുള്ള ഒരു ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിക്കുക അല്ലേ. ഉച്ച നേരത്താണ് പോകുന്നത്, നല്ല ചൂടുള്ള ബിരിയാണിയുടെ മണം എവിടെ നിന്ന് എത്രയോ ദൂരത്തു നിന്നായാലും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ തണുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ബിരിയാണിയുടെ സ്മെല്ലിന് കുറച്ചൊരു കുറവുണ്ടാവും അല്ലേ. അപ്പോൾ ആ മാക്സിമം ആ സ്പോട്ടിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ആ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ എന്ത് ചെയ്യും, മാക്സിമം എന്ത് ചെയ്യും, ഡിഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അതായത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, വളരെ ദൂരത്തായിരിക്കും ഉണ്ടാകും. അതിന് എത്രയോ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്തിട്ട് വേഗം മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇതേപോലെ വേഗം മൂവ് ചെയ്യാൻ കഴിയും അല്ലേ. എന്നാൽ ലിക്വിഡിൻ്റെ കേസിൽ എന്താണ്, കുറഞ്ഞൊരു സ്പേസ് കുറവാണ്. അതുകൊണ്ട് അതിനെന്താണ്, ടെമ്പറേച്ചർ അതിലേക്ക് കൊടുത്താലും ഡിഫ്യൂഷന് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും, വ്യാപിക്കുന്നത്. ആ ലിക്വിഡ് വ്യാപിക്കുന്നത് ഈ റെഡ് ഇങ്ക് വെള്ളത്തിൽ വ്യാപിക്കുന്നതും അയഡിൻ ആ ഗ്യാസ് ജാറിൽ വ്യാപിക്കുന്നതും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയഡിൻ്റെ വ്യാപനം വളരെ ക്വിക്കായിരിക്കും, എന്താണ് മറ്റേത് കുറച്ചൊന്ന് കുറവായിരിക്കും അല്ലേ. സോളിഡിൻ്റെ കേസിൽ എന്ത് ചെയ്യും, അതിൻ്റെ സോളിഡ് കേസിലെ വ്യാപനത്തിൻ്റെ കേസിൽ വളരെ അങ്ങനെ കുറവായിരിക്കും അല്ലേ. ഡിഫ്യൂഷൻ ഇസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. സ്പോണ്ടേനിയസ് മിക്സിംഗ് ആണ് പറയുന്നത്, പെട്ടെന്ന് വ്യാപിക്കുന്നു. ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അത് അപ്പം ഗ്യാസിൽ എന്താണ്, ഒരുപാട് ഈ പാർട്ടിക്കിൾസിനൊക്കെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ സ്പോണ്ടേനിയസ് മിക്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. ലിക്വിഡിലുണ്ട്, അപ്പോൾ അതിന് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ഇനി അടുത്തത് ലാസ്റ്റ് അടുത്തത് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. എന്താ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് ആണ്? ഇപ്പോൾ രണ്ട് എക്സാമ്പിൾസ് പറയാം. നോക്കുക, മോളിക്യൂൾസ് ഓഫ് വാട്ടർ, കോമൺ സാൾട്ട് ആൻഡ് ഗോൾഡ് ഹാവ് ദെയർ ഓൺ യുണീക്ക് പ്രോപ്പർട്ടി. അതായത് വെള്ളത്തിന് അതിൻ്റെതായ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, സാൾട്ടിന് അതിൻ്റെതായ ഒരു പ്രോപ്പർട്ടി, കോമൺ സാൾട്ടിന്, ഗോൾഡിന് അതിൻ്റെതായ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അതിന് ഓരോന്നിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. So materials made up of properties of identical nature are called pure substances. അതായത് വെള്ളത്തിൻ്റെ അതേ സ്വഭാവമായിരിക്കുമോ സാൾട്ടിന് ഉണ്ടാകുക? അല്ല. ഗോൾഡിൻ്റെ സ്വഭാവമായിരിക്കുമോ സാൾട്ടിന് ഉണ്ടാകുക? ഗോൾഡിൻ്റെ സ്വഭാവം വാട്ടറിന് ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിൻ്റെതായുള്ള സ്വഭാവം കാണിക്കും, അവൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലേ. വാട്ടർ എന്താണ്, ലിക്വിഫൈഡ് ആയിട്ടുള്ള അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, കുടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കോമൺ സാൾട്ടിന് എന്താണ്, അതിൻ്റെ രുചി എങ്ങനെയാണ് കാണപ്പെടുക, ഇതൊക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാം, സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. ഗോൾഡ് അതിൻ്റെ കളറ് നല്ല ഇതാണ് അല്ലേ, അതിൻ്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേക സ്വഭാവങ്ങൾ ഒരൊറ്റ നാച്ചറായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റിക്കൽ നേച്ചർ, അതായത് മെറ്റീരിയൽസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നേച്ചർ, അതായത് വാട്ടറിലെ ഓരോ
സബ്സ്റ്റൻസുകളുണ്ട്. ഓരോ എന്താണ് പാർട്ടിക്കിൾസും അത് അതിൻ്റെ സെയിം അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും ഒരേപോലെ ആയിരിക്കും, ഒരേ സ്വഭാവം കാണിക്കും അല്ലേ. വാട്ടർസിൻ്റെ എല്ലാ അത് H2O എന്ന് പറയും, അതെല്ലാം ഒരേപോലെ തന്നെ നമ്മൾ അതേ സ്വഭാവം തന്നെ അതിൽ മൊത്തം കാണിക്കുക. ഓക്കെ, അതിൻ്റെ മോളിക്യൂൾസ് അങ്ങനെയുള്ളതാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകളെ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയും. ഓക്കെ, ഇനി നോക്കാം. ഇൻ സലൈൻ വാട്ടർ ബോത്ത് പാർട്ടിക്കിൾസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് സാൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രസൻറ്റ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിലാണെങ്കിലോ ഉപ്പിൻ്റെ സ്വഭാവം കാണിക്കും, വെള്ളത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും, രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കും അല്ലേ. രണ്ട് തോണി കാലിടുന്നവരില്ല, അതേപോലത്തെ രണ്ട് സ്വഭാവം കാണിക്കും. The substances made up of particles of different nature are called mixtures. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന പാർട്ടിക്കിൾസിനെ അതിനെ പറയുന്ന പേര്, സബ്സ്റ്റൻസസിനെ പറയുന്ന പേരാണിത് മിക്സ്ചേഴ്സ്. ഓക്കെ, മിക്സ്ചേഴ്സ് എന്ന് പറയും. നമ്മൾ ചെറിയ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും ഒക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ അത് പറയാം, ഒരു കുറച്ച് എന്നിട്ട് ഗോൾഡ്, സോഡ വാട്ടർ, സോയിൽ വാട്ടർ, സോയിൽ വാട്ടർ, ഐസ്, എന്താണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ വേപ്പർ, ഷുഗർ, കോമൺ സാൾട്ട്, കോമൺ കാർബൺ ഡൈ ഓക്സൈഡ് സൊല്യൂഷൻസ് ആൻഡ് സാൾട്ട് സൊല്യൂഷൻ. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള നോക്കി എഴുതണം. ഗോൾഡ് എന്താണ്? അതിൻ്റെ പ്യുവർ ഒറ്റ സബ്സ്റ്റൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. സോഡ വാട്ടർ മിക്സ്ചറാണ്, സോഡയും എന്താണ് ഗ്യാസും വാട്ടറും ഉണ്ടാവും. അതിൽ അടങ്ങിയിരിക്കുന്ന വാതകം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കൂടിച്ചേർന്നിട്ടാണ് സോഡ വാട്ടറായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സോഡ വാട്ടർ കഴിഞ്ഞ് പിന്നെ സോയിൽ. എന്താണ് സോയിലിൻ്റെ കേസിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ അതായത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ, വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണല്ലോ അല്ലേ. പിന്നെ സോയിൽ അഥവാ മണ്ണ് എന്താണ്? മണ്ണ് എന്താണ് ഇരിക്കുന്നത്? മണ്ണ് അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം. മണ്ണിൽ ചിലപ്പം എന്തൊക്കെ കല്ലുണ്ടാകാം, മറ്റതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് അത് പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു മിക്സ്ചറാണ്. ആൻഡ് ഐസ്, ഐസിൽ എല്ലാം ഒരു ഇതായിട്ടല്ല, ഒരു ക്യൂബായിട്ട് നടക്കുന്നില്ല, അതുകൊണ്ട് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പറയാം. അതിൽ ഐസിൽ കളർ ചേർക്കുന്നു അങ്ങനത്തെ ഒന്നല്ല പറയുന്നത് കേട്ടോ, അത് വേറെയാവേ. നമ്മളിപ്പോൾ ഇപ്പം വാങ്ങുന്ന ഐസുകൾ അങ്ങനത്തെ അല്ല, സാധാരണ ഒരു വെള്ളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഐസ് ആണെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ എന്തായിരിക്കും? അതിലും എന്താണ് വാട്ടർ വേപ്പറും പ്യുവർ സബ്സ്റ്റൻസ് വിടും. ആൻഡ് ഷുഗർ, ഷുഗറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷുഗറിൽ എന്തുണ്ട്? ഷുഗർ എല്ലാ ഒരു പാർട്ടിക്കിൾസും എല്ലാം ഒരുപോലെ തന്നെയല്ല, അപ്പോൾ ഷുഗറും പ്യുവർ സബ്സ്റ്റൻസ് ആക്കാം. ഇനി കോമൺ സാൾട്ട്, ഉപ്പ്, അതും എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മിക്സറാണ്, CO2 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ മിക്സ്ചറാണ്. ഷുഗർ സൊല്യൂഷൻ, ഷുഗറിൻ്റെയും വാട്ടറിൻ്റെയും നമ്മുടെ എന്താണ് ഉപ്പ് വെള്ളത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഷുഗർ സൊല്യൂഷൻ, എന്താണ് മിക്സ്ചറാണ്. ആൻഡ് സാൾട്ട് സൊല്യൂഷൻ, സാൾട്ടിൻ്റെയും മിക്സ്ചറിൻ്റെയും സ്വഭാവം, സാൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും സ്വഭാവം കാണിക്കും, മിക്സ്ചർ തന്നെയാണത്. അപ്പോൾ നമ്മൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ആ ടോപ്പിക്കിൻ്റെ പേര് സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. Thank you. Please watch, share, subscribe and click bell icon for further use. Thank you. Please follow our Telegram channel.